ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ ബാലനും ഗോമതിയും അവിടെ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഗോമതി ബാലൻ്റെ മുന്നിൽ മാപ്പ് അപേക്ഷിക്കുന്നു. അങ്ങനെ ബാലൻ തൻ്റെ ഉള്ളിലെ വേദനകളൊക്കെ പറയുന്നു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന കൃഷ്ണമംഗലത്ത് നമ്മുടെ അനന്തൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പം അനന്തേട്ടൻ ഇത് എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു നന്ദിത വന്നു. അപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുക, അത് മൊത്തത്തിൽ ഇന്ന് തുറക്കണം. അച്യുത ബാ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. അപ്പോൾ അച്യുതനും വന്നു. പിന്നെ മോൾ ആക്ഷേപിച്ചതിനേക്കാൾ വലുതൊന്നുമല്ലല്ലോ നാട്ടുകാരുടെ ആക്ഷേപമൊന്നും പറഞ്ഞുകൊണ്ട് അനന്തൻ ഇങ്ങനെ. അപ്പം നന്ദിത ചോദിച്ചു നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ നോക്കും എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയും പറഞ്ഞു. അവർ നന്ദിതയോട് യാത്ര പറയുക. നീ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് നന്ദിത ഇങ്ങനെ ചോദിച്ചപ്പം നീ പറഞ്ഞ 2-3 ദിവസമൊന്നും പോരാ ഈ നാണക്കേട് മാറാനായിട്ടെന്നും അനന്തം പറയുക കേട്ടോ. നമ്മൾ മരിക്കുന്നത് വരെ മറ്റുള്ളവരുടെ പരിഹാസം അത് നമ്മൾ കേൾക്കേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് പറയുക. അപ്പം നാട്ടുകാർ കളിയാക്കാൻ വരട്ടെ, അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തോളാവെന്ന് പറഞ്ഞുകൊണ്ട് അച്യുതൻ അന്നേരം ഏട്ടനൊരു സംരക്ഷകൻ്റെ ആ ഒരു ഇതിലേക്ക് വരുന്നു. അപ്പം അങ്ങനെ ആ ഒരു സംസാരം രാജശ്രീ ദേ പുറത്തുള്ള ആൾക്കാർ ആരെങ്കിലും കളിയാക്കിയ നല്ല മറുപടി കൊടുത്തേക്കണമെന്ന് അച്യുതൻ ഭാര്യയോട് പറയാം. കളിയാക്കേണ്ടത് നമ്മളെയല്ല മിത്രയാണെന്നുള്ള കാര്യം പറയണമെന്നും പറഞ്ഞു. അവളുടെ മുഖത്ത് നോക്കി 10 പറയുക വേണ്ടത്, അല്ല ഈ ആക്ഷേപമൊക്കെ അവളും കൂടെ കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്യുതൻ ഇങ്ങനെ പറഞ്ഞിട്ട് ആനന്ദനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുക കേട്ടോ. അങ്ങനെ ഇവർ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ദേ നമ്മുടെ പിന്നെ അലോഹിൻ്റെ കല്യാണത്തെ പറ്റിയൊക്കെ ഇവർ സംസാരിച്ചു. അപ്പോൾ അലോഹിൻ്റെ കല്യാണം നടത്തുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടാണ് ഇവർ പോണത്. എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും മാറ്റി നിർത്തിയ ധർമ്മൻ ഇങ്ങനെ അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിക്കുവാണ്. എൻ്റെ മനസ്സിലെ സംശയം അങ്ങ് മാറുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കാമെന്ന് വെച്ചത്. നീയും ആര്യനെ സംസാരിക്കുന്നത് പോലും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ നേരിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ മനസ്സുകൾ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നും ഇത്ര ധർമ്മനോട് പറയുമ്പം നീ നിന്ന് സാഹത്യം പറയാതുള്ള കാര്യം ഉണ്ടെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ കാര്യം തന്നെ ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് മിത്ര നിൽക്കുമ്പം എന്താ മിത്രയെന്ന് ചോദിച്ചുകൊണ്ട് മീനു വന്നു. എന്താ രണ്ടുപേരും കൂടെ ഒരു കൊച്ചു വർത്തമാനം ചോദിച്ചു. അപ്പം ഞാനും ആര്യനും എങ്ങനെ കല്യാണം കഴിച്ചതെന്ന് ഇളയച്ചൻ അറിയണമെന്ന് പറഞ്ഞപ്പോൾ ഓ അതാണോ, ഞങ്ങൾ വർഷങ്ങളായിട്ട് പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയച്ഛനങ്ങ് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നീ തന്നെ പറ മീനാക്ഷി, അപ്പുറം ഇപ്പുറം ഉള്ള 2 പേര് പ്രേമിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൂചന കിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല എന്ന് പറഞ്ഞു മീനു. അതെന്താ ഇല്ലാത്ത? ഒരു കടുകുമണിയുടെ അത്ര പോലും സൂചന കിട്ടത്തില്ല, അതാണ് പ്രണയമെന്ന് മീനു പറയാം. അപ്പം മിത്ര ഇങ്ങനെ കേട്ട് നിൽക്കുക കേട്ടോ. അങ്കിള് പ്രേമിച്ചിട്ടില്ലല്ലോ? ഇല്ല. ഒന്ന് പ്രേമിച്ച് നോക്കണം, അപ്പം അറിയാം പ്രണയത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ എന്തോരമാണെന്നുള്ളതെന്നൊക്കെ പറയുക. പിന്നെ ഇപ്പം തന്നെ എൻ്റെയും ആകാശിൻ്റെയും തന്നെ കാര്യം നോക്കുക. ആകാശ് പ്രേമിക്കുന്ന ലോകത്ത് ആരെങ്കിലും വിചാരിച്ചതാണോ? അപ്പം ഇല്ല എന്ന് പറഞ്ഞു ധർമ്മൻ. അത് തന്നെയാ പറഞ്ഞ, പക്ഷെ ആകാശ് പ്രേമിച്ചല്ലേ എന്നെ വിവാഹം കഴിച്ചത്? അതെ. അപ്പൊ പ്രേമിക്കുന്നവർക്ക് മാത്രമേ പ്രേമത്തിനെ കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാതെ ദൈവം നമ്പുരാൻ പോലും അത് അറിയാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ദേ ചെറിയച്ച മീനാക്ഷി ചേച്ചി പറഞ്ഞത് ആ കാര്യം ഞങ്ങളുടെ പ്രേമം ഞങ്ങൾക്ക് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അല്ല അതെ, എന്നാൽ എനിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില പൊരുത്തക്കേടുകൾ തോന്നുകയാണെന്ന് പറയുമ്പോൾ അങ്കിളെ മിത്ര പറയുന്നത് അങ്ങ് വിശ്വസിച്ചേക്ക്. അത് മാത്രമല്ല ഇവരുടെ കല്യാണവും കഴിഞ്ഞു, ഇനി പഴയ കാര്യങ്ങളൊക്കെ പുറകെ നടന്ന് അന്വേഷിച്ചിട്ടേ യാതൊരു കാര്യവുമില്ല. അതുമാത്രമല്ല ഇപ്പം ചർച്ച ചെയ്യേണ്ട പ്രധാന കാര്യം എന്താണെന്ന് അറിയോ? പ്രണയമല്ല, അച്ഛൻ്റെ വരവാണെന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പം നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു ധർമ്മൻ. അല്ല ഇന്നലെ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയതല്ലേ അച്ഛൻ വൈകാതെ തന്നെ മടങ്ങി വരും, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് വരുമ്പോഴല്ലേ അറിയാൻ കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം അത് മോള് പറഞ്ഞത് നേരാണെന്ന് ധർമ്മൻ. മിത്രേ നീ വാ, നമുക്ക് അകത്ത് ചെന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മീനു വിളിക്കുക. ഞാൻ വരുന്നില്ല ചേച്ചി എന്ന് പറയുമ്പോൾ ഓ അപ്പുറത്ത് ആരെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി നീ ഇവിടെ നിൽക്കുക അല്ലേ എന്ന് മീനു ഇങ്ങനെ മിത്രയോട് ചോദിച്ചപ്പോൾ മിത്ര ഒന്നും മിണ്ടാന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് അവിടെ നന്ദിതയൊക്കെ അലോഹിൻ്റെ വിഷമം നമ്മൾ മനസ്സിലാക്കണമെന്നൊക്കെ പറയുവാണേ. പിന്നെ അലോഹിന് നമ്മളോട് ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിതയും രാജശ്രീയൊക്കെ നിന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ അലോഹിൻ്റെ വിവാഹം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നേരത്തെ തന്നെ നടത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക. ഇനി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരാളേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും, അത് അലോഹാണെന്നും പറഞ്ഞ് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ മീനു മിത്രയോട് പറയുവാണ്, നീ ഇവിടെ അവരെ നോക്കി നിൽക്കുന്നിടത്തോളം അവർക്ക് നിന്നോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ, ഒരിക്കലും അത് കുറയാൻ പോണില്ല എന്ന്. അതുകൊണ്ട് നീ ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന്. അവർക്കൊന്നല്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലോകത്തോരച്ഛനും അമ്മയ്ക്കും അടുത്ത ദിവസമൊന്നും ദേഷ്യം മാറില്ല എന്നുള്ള കാര്യങ്ങളും മീനു പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് തന്നെ നിന്റെ മുഖം കണ്ടാലേ അനന്തനങ്കളിനും നന്ദിതാൻറ്റിക്കും പ്രയാസം കൂടത്തേ ഉള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ അതാണ് പോയിന്റ് എന്ന് ധർമ്മൻ. ചേച്ചി ഇളയച്ചനും പറയുന്നതൊക്കെ നേരാ,
എന്നാലും ആരെങ്കിലും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്നും പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർ വണ്ടിയിലേക്ക് കയറാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഇവരെ കണ്ടു. അച്യുതന് ഭയങ്കര കലിപ്പ്. അപ്പോൾ അവർ 3 പേര്, അതായത് മീനു, മിത്ര, ധർമ്മൻ, ഇവർ ഈ അനന്തനെയും അച്യുതനെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അനന്തൻ്റെ മുഖത്ത് ആ സങ്കടം ഉണ്ട്, എങ്കിലും പ്രകടിപ്പിക്കാൻ കഴിയാതെ നിൽക്കുക. ഒത്താശ ചെയ്ത് കൊടുത്തവർ അടുത്ത് തന്നെ നിപ്പുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ ഇങ്ങനെ പറയുമ്പോൾ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര വിളിച്ചു. മിണ്ടി പോകരുതെന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ ഭയങ്കരമായിട്ട് ഒച്ചയെടുത്തു. ഞങ്ങളുടെ മുന്നിൽ നിന്ന് കടന്നു പോടി എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ ദേഷ്യപ്പെടുവാണേ. ഡാ ധർമ്മ, വിളിച്ചുകൊണ്ട് പോടാ, നീങ്ങ് വന്നേടാ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മനെ എന്നിട്ട് വിളിച്ചപ്പോൾ ധർമ്മ ദാ വരുന്നേട്ടാ എന്ന് പറഞ്ഞു ഓടിച്ചെന്നു. ഡാ അവളോട് പറയണമെന്ന് പറഞ്ഞു. എന്തോന്ന് പറയണം? അച്ചാ ഇളയച്ചാന്നൊക്കെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വന്ന അവളുടെ അവസാനമായിരിക്കും എന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു മിത്രയുടെ കേൾക്കെ തന്നെ ഇവർ പറയുക. എന്ന് വെച്ചാൽ കൊന്നു കളയുന്നു അല്ലേ? അല്ല, എങ്ങനെയാ കൊല്ലാൻ ഉദ്ദേശിച്ചേക്കുന്നത്? വെട്ടിക്കൊല്ലുവാണോ അതോ കുത്തിക്കൊല്ലുവാണോ എന്ന് ധർമ്മൻ ചോദിച്ചപ്പോഴേക്കും ധർമ്മൻ എൻ്റെ ഷർട്ടിന് കയറി പിടിച്ചു. അച്യുതൻ, നീ എന്താണ് എന്നെ കളിയാക്കുകയാണെന്ന് ചോദിച്ചു. അയ്യോ ഏട്ടാ, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ എങ്ങനെയാ കൊല്ലുന്നതെന്ന് നീ ആ സമയത്ത് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അച്യുതാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അനന്തൻ അങ്ങ് പോവുക. ഞങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് ഈ കണ്ടതല്ല, അതിലേ അവൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്നും പറഞ്ഞ് അച്യുതൻ പറയുന്നു. പറയേട്ടാ ഏട്ടന്മാര് ചെല്ല എന്നും പറഞ്ഞ് ധർമ്മൻ അവരെ പറഞ്ഞു വിട്ടു. അവർ രണ്ടുപേരും കൂടെ വണ്ടിക്ക് കയറി പോകുന്നു. അപ്പം നമ്മുടെ ധർമ്മൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ മീനു ചോദിച്ചു അവരെന്താ പറഞ്ഞു, അവർ ദേഷ്യത്തിൽ തന്നെ അല്ലേന്നും. ഏയ് അവർ ഭയങ്കര ഹാപ്പിയില്ല, ഭയങ്കര ഹാപ്പി. മിത്രേ, ഞാൻ നിനക്ക് വേണ്ടിയാണ് സംസാരിച്ചതെങ്കിലും ഏട്ടന്മാരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് അവരുടെ ഒരേ അഭിപ്രായം തന്നെയാട്ടോ എന്ന് പറഞ്ഞു. അപ്പം എന്താ അളയച്ചാ, ഒരിക്കലും നീ ആഭരണങ്ങളും പൈസയും കൂടെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. അക്കാര്യത്തിലേ എനിക്ക് നിന്നോടുള്ള മതിപ്പൊക്കെ കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മൻ ഇങ്ങനെ പറയുമ്പം അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ മാമ, എന്തിനാ വെറുതെ മിത്രയെ അതൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ഞാനിനി ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു ധർമ്മം പോയി. അപ്പോൾ ഞാൻ ആകെ പെട്ടുപോയി ചേച്ചി. ഞാൻ ഇങ്ങോട്ട് വരണമെന്നോ അല്ലെങ്കിൽ ഒന്നും ആകണമെന്നൊന്നും ചിന്തിച്ചതല്ല. എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്ക് അറിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര ഇങ്ങനെ പറയുവാണേ. മിത്ര എന്നിട്ട് ഈ താലി എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് കഴുത്തിൽ ഈ താലി അത് പൊട്ടിക്കാനോ അഴിച്ചു മാറ്റാനോ ഉള്ള ശക്തി അതെനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാ മോളെ, ഇത് അത്ര എളുപ്പത്തിലൊന്നും പൊട്ടിച്ച് കളയാനൊന്നും പറ്റില്ല എന്ന് മീനു നമ്മുടെ മിത്രയോട് പറയുക. നീ വിഷമിക്കാതിരിക്കുക, സങ്കടപ്പെടലേ. ജീവിതം തുടങ്ങി ഒരൊറ്റ ദിവസമല്ലേ ആയിട്ടുള്ളൂ, കുറച്ച് ദിവസം കൂടെയൊക്കെ കഴിയട്ടെ. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാലോ. എന്താ അത് പോരേന്ന് ചോദിച്ചു. നീ വാ, അന്ന് ഈ താലിയില്ലാതെ പറ്റില്ലെന്ന് പറഞ്ഞ് കളഞ്ഞേക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനും അകത്തേക്ക് കയറിപ്പോയി. മിത്ര ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുക നമ്മുടെ ബാലനും ഗോമതിയും കൂടെ കടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഈ അച്യുതനും അനന്തനും കൂടി വണ്ടി തിരിച്ചങ്ങ് കയറി ചെല്ലുന്നു. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടി. അപ്പോൾ അവനോടും കൂടെ വരുന്നുണ്ട്, അവനിങ്ങ് വരട്ടെ എന്നും പറഞ്ഞ് അച്യുതൻ വണ്ടിയിലിരിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം ഇല്ലാണ്ടാക്കിയവനവൻ. ഇതിപ്പോൾ അടുത്ത അംഗത്തിനുള്ള എന്തെങ്കിലും അടവായിരിക്കുമെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവർ രണ്ടുപേരും വണ്ടിക്കകത്ത്. അപ്പോൾ ഗോമതി അവർ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ അങ്ങ് കേൾക്കുക. ഇനി തല്ലുകയാണെങ്കിലും കൊണ്ടോളണം പറഞ്ഞു ബാലൻ ഗോമതിയോട്. അല്ല ബാലേട്ടാ, അല്ല, നമുക്കൊരു വാക്ക് പോലും അങ്ങോട്ടേക്ക് പറയാനുള്ള അവകാശമോ അർഹതയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു ഗോമതി ഇങ്ങനെ നിൽക്കാം. കേട്ടോ അവൻ്റെ അഭിനയം, കണ്ടോ അവൻ്റെ അഭിനയം. 1-2 ആഴ്ച കഴിയുമ്പോൾ എല്ലാം അവനങ്ങ് മറക്കും. അങ്ങനെ അനന്തേട്ട അവൻ കരുതിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പം മറക്കാനോ ഓർമ്മയിൽ ഉണ്ടായിട്ട് വേണ്ടേ മറക്കാനെന്ന് അനന്തൻ അച്യുതനോട് പറയാം. എറിഞ്ഞ് തള്ളിയില്ലേ അച്യുത നമ്മൾ മിത്രയെ ഉൾപ്പെടെ. അപ്പോൾ ഏട്ടാ അങ്ങനെ മറന്നു എന്നും ഓർമ്മയിലൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇവനത് നേട്ടമായിട്ട് എടുക്കും ഏട്ടാ. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞ അച്യുതൻ ഇറങ്ങി ചെല്ലുക. കൂടെ അനന്തൻ വണ്ടിയിലിരുന്ന് കാണുവാണ്. ഓ, ബാലൻ എന്ന ആദർശവാൻ, ഗോമതി സ്റ്റോഴ്സിൻ്റെ ഉടമ ബാലൻ, ധർമ്മവും സത്യവും കുപ്പിയിൽ നിറച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്നവൻ, വഴിവിട്ടൊന്നും ചെയ്യില്ലാത്തവൻ. ഹരിചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ഗോമതി സ്റ്റോർ ബാലനേ ഉള്ളൂ ലോകത്തിൽ ധർമ്മിഷ്ഠനായിട്ട്. എന്നിട്ട് വല്ലവൻ അധ്വാനിച്ചുണ്ടാക്കിയ പൊന്നും പണവും അടിച്ചു മാറ്റിയിരിക്കുന്നു. അപ്പം മതി, ആര് സ്വർണം മോഷ്ടിച്ചു എന്നാണെന്ന് ഗോമതി ചോദിച്ചു. അറിയാത്ത കാര്യങ്ങൾ പറയരുതെന്ന് ഗോമതി പറഞ്ഞപ്പം ഞങ്ങൾക്കൊരു സഹോദരി ഉണ്ടായിരുന്നു. ഇവനെ സ്വന്തം മോനായി കരുതിയ ഒരു വലിയ മനുഷ്യൻ്റെ മകൾ, അവളെ മോഷ്ടിച്ചെടുത്തവനായി ഇവൻ. പിന്നെയാണ് സ്വർണം മോഷ്ടിക്കാൻ മടിയെന്നൊക്കെ ചോദിച്ച് അച്യുതൻ കളിയാക്കുക. ഗോമതിയുടെ പിടിവിടുന്നുണ്ട്. അപ്പോഴേക്കും അനന്തൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. അപ്പോൾ ബാലൻ ഒന്നും മിണ്ടാതെ ഇവർ പറയുന്ന അവഗണന മുഴുവൻ കേട്ടോണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ബാല, താൻ ഇത്രയും വലിയ ചതിയനാണെന്ന് കരുതിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയോ ബഹുമാനം തന്നോട് തോന്നിയിരുന്നു. കല്യാണം മുടങ്ങിയപ്പോൾ ഞങ്ങളെ കളിയാക്കിയ നാട്ടുകാരോടൊക്കെ താൻ പറഞ്ഞ വാക്കുകൾ കേട്ട് കല്യാണ വീട്ടുകാരെ താൻ സമാധാനിപ്പിച്ച രീതി തന്നെ ഇഷ്ടപ്പെട്ടു പോയ ഒരു നിമിഷങ്ങളായിരുന്നു അതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുക. പക്ഷേ
അതെല്ലാം തൻ്റെ സൂത്രബുദ്ധി ആയിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്തൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അല്ല, ഒരിക്കലുമല്ല എന്ന് ഗോമതി പറഞ്ഞു. ബാലേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഗോമതി പറയുക. മറ്റുള്ളവരുടെ ഒരു പൈസ പോലും ആഗ്രഹിക്കുന്ന ഒരാളല്ല ബാലേട്ടനെന്നും ഗോമതി പറഞ്ഞു. ഒരു പൈസ ആഗ്രഹിക്കില്ല, ഇതിപ്പോൾ 100 പവനല്ലേ എന്ന് പറഞ്ഞ അച്യുതൻ പറയുക. പിന്നെ കൈ നിറയെ രൂപയും എടുത്ത് കളയുവോ എന്നും ചോദിച്ച് അച്യുതൻ കളിയാക്കുക കേട്ടോ. ദേ, ഇത് നിന്റെ ആർത്തിയാണോ അതോ നീ പകരം വീട്ടിയതാണോ? ഇവളെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതിനുള്ള പകരം വീട്ടിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ അച്യുതൻ ഇങ്ങനെ വയലൻ്റ് ആവുക. പറയടാ, എടാ ഉത്തരം പറയുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്യുതൻ കയറി ബാലനെ തല്ലാൻ ഓങ്ങുകയും ഗോമതി കയറി വട്ടം പിടിക്കുകയും തൊട്ടു പോകരുത് എൻ്റെ ബാലേട്ടനെ എന്ന് പറഞ്ഞു. ആ സമയത്ത് അച്യുതാ എന്ന് പറഞ്ഞ അനന്തൻ വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. അച്യുതൻ നേരം തലയും കുനിച്ചിങ്ങനെ നിൽക്കുക. ഇവര് നമ്മുടെ ശത്രുവല്ലേ, നമ്മുടെ ശത്രു ആകണമെങ്കിലും അതിനൊരു യോഗ്യത വേണം, ഒരു മിനിമം യോഗ്യതയെങ്കിലും വേണമെന്ന് പറഞ്ഞ് അനന്തൻ ഇങ്ങനെ അച്യുതനോട് പറഞ്ഞു. വിട്ടേക്കടാ. പക്ഷെ അനന്തൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. ഓ, വിട്ടേക്കെന്നും പറഞ്ഞ അങ്ങനെ ഔദാര്യമൊന്നും നിങ്ങൾ കാണിക്കണ്ട, ഒന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു അച്യുതനോട് നമ്മുടെ ഗോമതി. തൊട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് അച്യുതൻ അന്നേരം ഗോമതിയോട് ചോദിച്ചു. അപ്പം മുൻകൂട്ടി പറയേണ്ട കാര്യമല്ല, തൊടുമ്പോൾ അറിയാമെന്ന് ഗോമതി പറഞ്ഞു. അത്രയ്ക്ക് വെല്ലുവിളിക്കണം നീ, എന്നാൽ കാണണോ എന്ന് ചോദിച്ചാൽ അച്യുതൻ ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോഴത്തേക്കും ഗോമതി കയറി ബാലന് തടസ്സം അങ്ങ് നിന്നു. അപ്പോൾ അച്യുതാ വേണ്ട, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല ഏട്ടാന്ന് പറഞ്ഞു അനന്തനോട്. വെറുതെ വിട്ടാ ശരിയാവില്ല എന്ന്, അങ്ങ് കഴുത്ത് വെട്ടി കളയും, ഇങ്ങനെ വിളി ചക്രവർത്തി അല്ലേന്ന് ചോദിച്ചു ഗോമതി. അപ്പോൾ ഗോമതി നിർത്താൻ പറഞ്ഞു ബാലനൊന്നും കണ്ടിട്ടും കേട്ടിട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഇവരെന്തു പറയുന്നു അത് മിണ്ടാതെ നിന്ന് കേട്ടോളാൻ. എന്നെ ചതിയനെന്നോ വഞ്ചകനെന്നോ ഒക്കെ വിളിക്കും. സ്വർണം ഞാനായിട്ട് കട്ടടിപ്പിച്ചതാണെന്നൊക്കെ ഇവർ പറയും. മിത്രയെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ആര്യനെ കൊണ്ട് ഞാൻ ചെയ്യിച്ചതാണെന്നും ഇവർ പറയും. പക്ഷെ അനന്തൻ ഒന്നും മിണ്ടുന്നില്ല. അച്യുതനൊക്കെ കേട്ട് പുച്ഛിച്ച് പരിഹസിച്ച് ചിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു കമാന്നൊരു അക്ഷരം പോലും മിണ്ടരുത് ഗോമതി. അവർ പറയുന്നത് 100 വട്ടം ശരിയാ. സ്വർണം തിരിച്ചു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇപ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ, ബാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് അഭിനയിച്ച് തകർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു അച്യുതൻ. സ്വർണം വീട്ടിലെത്തിച്ചിരിക്കണം, ഭീഷണിയാണെന്ന് തന്നെ വെച്ചോളാൻ പറഞ്ഞു അച്യുതൻ. അപ്പോൾ ബാല, ദേ അവിടെയും ഒരു മോളുണ്ടെന്ന് നിനക്ക് ഓർമ്മ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബാലനെ ഇതാക്കിയിട്ട് ഇവരങ്ങോട്ടേക്ക് പോയി. ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ബാലനെ ഗോമതി സമാധാനിപ്പിക്കാൻ നോക്കുക. പക്ഷെ അതൊന്നും സമാധാനത്തിൽ എത്തിക്കാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ ഗോമതിക്ക്. ബാലൻ അവിടെ നിന്ന് തകർന്ന് നിൽക്കുകയല്ലേ. പോട്ടെ നീ വാന്നു പറഞ്ഞോണ്ട് ബാലൻ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുക ഗോമതിയെ. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ധാരണ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞിട്ടാ ആര്യൻ അങ്ങനെയൊക്കെ ചെയ്തത്, സ്വർണവും ഞാൻ പറഞ്ഞിട്ട് തന്നെ എടുത്തത്, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നീ വണ്ടിയെ കയറാൻ പറഞ്ഞു. അങ്ങനെ ഗോമതിയെ കൂട്ടിക്കൊണ്ട് പോകണം. അങ്ങനെ അവർ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ മിത്ര അവിടെ ഇരിപ്പുണ്ട്. മിത്രയെ കണ്ടതും ബാലൻ ഇങ്ങനെ തല തിരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ബാലേട്ടൻ ഒന്ന് കുളിച്ച് വസ്ത്രമൊക്കെ മാറിയിട്ട് വരാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് ഞാൻ ഭക്ഷണം റെഡിയാക്കാമെന്ന് ഗോമതി പറഞ്ഞു. അപ്പോഴേക്കും മീനു വന്നു. ഇന്നിനി കടയിൽ പോകണ്ട ബാലേട്ടാ, ഇന്നലെ ഉറക്കമൊന്നും ശരിയായി കാണില്ലല്ലോ, ഇവിടെ വിശ്രമിച്ചാൽ മതി എന്നൊക്കെ ഗോമതി ബാലനോട് പറയട്ടെ. ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതൊക്കെ പിന്നെ അതിനു മുമ്പ് ചില കാര്യങ്ങൾ തീരുമാനമാക്കാനുണ്ട്, നീ ആര്യനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ആര്യനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ബാലേട്ടാ എന്താ ബാലേട്ടാന്ന് ചോദിച്ചു. നിന്നോട് ആര്യനെ വിളിക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു ബാലൻ. അപ്പോഴത്തേക്കും ആര്യൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ അച്ഛാന്നും ചോദിച്ചു. ബാലേട്ട അവനെ വഴക്കൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു, അവൻ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു, അങ്ങനെ ചിന്തിച്ചതങ്ങ് വിട്ടേക്ക് ബാലേട്ടാന്ന് പറഞ്ഞു ഗോമതി. അപ്പോൾ അതെ അച്ഛാ, അവരുടെ ഇഷ്ടം അതങ്ങ് അംഗീകരിക്കാമെന്ന് മീനു പറഞ്ഞപ്പം നിന്നോട് അഭിപ്രായം ചോദിച്ചോന്ന് ചോദിച്ചു മീനുവിനോടും ബാലൻ. ആര്യ, നിന്റെ വിവാഹത്തെക്കുറിച്ച് എനിക്കിനി ഒന്നും പറയാനില്ല എന്ന് ബാലൻ പറയാം. എൻ്റെ സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് തകർത്തു കളഞ്ഞു നീ എന്ന് പറഞ്ഞു പറയാം. അതൊക്കെ പോട്ടെ, എല്ലാം പോട്ടെ. സ്വപ്നം അത് കാണാൻ മാത്രമുള്ളതാണല്ലോ ചിലരെ സംബന്ധിച്ച്, അതങ്ങനെ തന്നെ അങ്ങ് പൊയ്ക്കോട്ടെ എന്നും ബാലൻ പറയുക. നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നത് അത് വെറും മണ്ടത്തരം മാത്രമാണെന്നും. ഇതൊക്കെ കേട്ടു മീനു ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്നു, മിത്ര തല കുനിച്ച് നിൽക്കുന്നു, ഗോമതി തല കുനിച്ച് നിൽക്കുന്നു. ഇതിൻ്റെ പേരിൽ ആൾക്കാർ അപഹേളിച്ചാലും അല്ലെങ്കിൽ കളിയാക്കിയാലും ഒക്കെ അത് സഹിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. പക്ഷേ ഒന്നെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ, എന്നെ കള്ളനെന്ന് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇന്ന് അച്യുതവർമ്മയും അനന്തവർമ്മയും ഒക്കെ വിളിച്ചത് കേട്ടല്ലോ. അവരുടെ സ്വർണം കട്ടെടുക്കാൻ വേണ്ടി ഞാൻ നിന്നെ പ്രേരിപ്പിച്ചാണ് ഈ കല്യാണം നടത്തിയത് എന്നുള്ളത്. ഇതൊക്കെ കേട്ട് ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് നിൽക്കും ആര്യൻ. അച്ഛാ, മറ്റുള്ളവർ നിൽക്ക്, ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന് ബാലൻ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവരുടെ സ്വർണം അത് തിരിച്ചു കൊടുത്തിരിക്കണം. മറ്റുള്ളവരുടെ ആരുടെയും പൈസ 1 രൂപ പോലും കൈകൊണ്ട് തൊടാത്ത എനിക്ക് എൻ്റെ മകൻ പുതിയൊരു പേര് കൂടി വാങ്ങിച്ചു തരും, കള്ളൻ.
അപ്പോൾ അത് കേട്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.